ഹലോ, വെൽക്കം ടു ജങ് ചാനൽ സീരീസ് പാർട്ട് 2. ഇന്ന് നമ്മളൊരു വെറൈറ്റി ജങ് ചാനലാണ് ചെയ്യുന്നത്. കിൻഡർ ജോയ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഞാനൊരു കിൻഡർ ജോയുടെ ഒരു പിക്ചർ വരച്ചു കൊടുക്കുന്നുണ്ട്. വാട്ടർ കളർ യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നത്. ഈ ഒരു കിൻഡർ ജോയ് വരയ്ക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. കിൻഡർ ജോയിൽ അധിക സംഭവങ്ങളൊന്നും നമുക്ക് ചാനലിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു പിക്ചർ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞത് അതിൻ്റെ തൊണ്ടാണല്ലോ. സോ അത് നമുക്ക് ഒരിക്കലും ജങ് ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട്, നമുക്കത് വരച്ചുകൂടാ. സോ അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു കിൻഡർ ജോയുടെ ഒരു പിക്ചർ വരച്ചെടുക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, ചെറിയ പാളിച്ചകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും എനിക്ക് കഴിയുന്ന പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചാനൽ വീഡിയോയിൽ പേജസ് ബ്ലാങ്ക് ആയിട്ട് കിടന്നുണ്ട്. എനിക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പോലെയായിരുന്നു. സോ ഞാൻ കിൻഡർ ജോയിലുള്ള ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് ജസ്റ്റ് ഒന്ന് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഗ്രിഡ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കിൻഡർ ജോയിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതെല്ലാം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പൂൺ പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു കിൻഡർ ജോയ് എനിക്ക് എൻ്റെ ഇക്ക ഒരു 2.5 വർഷം മുന്നേ എനിക്ക് മേടിച്ചു തന്നിട്ടുള്ളതാണ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് കിൻഡർ ജോയ് ആണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എനിക്ക് കിൻഡർ ജോയ് ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും അത് എനിക്കായിട്ട് മേടിച്ചു തന്ന കിൻഡർ ജോയ്സ് അല്ല. എൻ്റെ അനിയനോ വേറെ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് മേടിച്ചതിന് ഞാനൊരു ഷെയർ മേടിച്ച് കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു കിൻഡർ ജോയ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല ആരും. സോ ഇത് അതിലൊരു മെമ്മറി കൂടെ ആയതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊന്നും ഒഴിവാക്കിയിട്ടില്ല, എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. സ്പൂണ് പോലും അത്രയും ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു മെമ്മറി എൻ്റെ മനസ്സിലുകൊണ്ട് മാത്രമാണ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് കിൻഡർ ജോയ് മേടിച്ചു തന്നാൽ എൻ്റെ ഇക്കാണ് കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആൾ മേടിച്ചു തന്നിട്ടുണ്ട്. ഐ എം വെരി താങ്ക്ഫുൾ ടു ഹിം. എങ്ങനെയാണത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആസ് എ ബേബി എന്ന പോലെ എന്നെ ആൾ കൊണ്ട് നടക്കാറുണ്ട്. ചില സമയത്തൊക്കെ എന്നെ കെയർ ചെയ്യാറുണ്ട്. ആ ഒരു കാര്യത്തിൽ ഐ എം വെരി ലക്കി ടു ഹാവ് ഹിം. അപ്പോൾ ഈ ഒരു ചാനൽ ആൾക്കുള്ളൊരു താങ്ക്സ് നോട്ട് കൂടായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളൊരു മെമ്മറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, വെൽക്കം ടു ദ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടിരിക്കരുത്. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ ഫ്യൂച്ചറിൽ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ചാനലിന് എൻ്റെ മെമ്മറി അല്ലാണ്ട് വേറെന്തോ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മെമ്മറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതുപോലത്തെ സ്പെഷ്യലായിട്ടുള്ള മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളതും ആരാണ് മേടിച്ചതെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ കിൻഡർ ജോയുടെ അയക്കുന്നത് എനിക്ക് കിട്ടിയ സർപ്രൈസ് ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും എ സ്മോൾ സൈനിങ് ഓഫ്.